ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇവിടെ ഒരു സോയാബീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത് കേട്ടോ. ഒരു ചിക്കൻ്റെ ഒരു സ്റ്റൈലിൽ സോയാബീൻ്റെ റെസിപ്പി. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് സോയാബീൻ ഇട്ടിട്ടുണ്ട്. ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വെക്കുക. അപ്പോൾ ഒന്നത് കുതിർന്ന് കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് പിഴിഞ്ഞിട്ടിട്ടുണ്ട്. നന്നായി വെള്ളം കളഞ്ഞിട്ട് നല്ല സോക്കായിട്ടുള്ളതാണ്, നന്നായി പിഴിയുക. അപ്പോൾ ഇതൊരു ചിക്കൻ്റെ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ചിക്കൻ സ്റ്റൈലിൽ ഒരു സോയാബീൻ കബാബാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ സോയാബീനിൽക്കൊരു 4-5 പച്ചമുളക്, 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. നല്ല അരയണ്ട, ഒന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞാൽ മതി, തരിതരിപ്പായിട്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവും. നന്നായി ഒന്ന് ആ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതയണ്ടേ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതും കുറച്ചും കൂടി അത് ബ്ലെൻഡ് ചെയ്യാണ്ട് ഒന്ന് ചതച്ചെടുക്കുക. അടുത്ത ട്രിപ്പ് ഇട്ടുണ്ട് സോയാബീന്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തുണ്ട്, എല്ലാതും ഒന്ന് പൊടിച്ചെടുത്തുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ കൂടെ. ഇനി അതിൽക്കൊരു പിടി മല്ലിയില, 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, 1 ടീസ്പൂണ് മുളക് കാശ്മീരി ചില്ലി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം, 1/2 ടീസ്പൂണ് കുരുമുളക്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ് ഇത് മുഴുവൻ മല്ലി ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ, ചൂടാക്കിയിട്ട്. 1 ടീസ്പൂണ് കസ്തൂരി മേത്തി, 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടെ ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ. ഉപ്പ് ആദ്യം സോയാബീനിൽ ഇട്ടിട്ടുണ്ട്, അത് കാരണം നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് നോക്കുക. സോയാബീൻ വേവിക്കുമ്പോൾ ഇട്ടിട്ടുള്ളതാണ്. എന്നിട്ട് എല്ലാതും കൂടി നന്നായി മിക്സ് ചെയ്യുക. എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ട് എരിവും ഉപ്പും ഒക്കെ നോക്കുക. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂണ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മൈദ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മൈദ ചിലപ്പോൾ 4 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ കൂടി ഇടേണ്ടി വരും. അതൊന്ന് കുഴച്ചിട്ടൊന്ന് ഉണ്ട പിടിച്ച് നോക്കണം. അപ്പോൾ അത് അങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടണ്ട. വെള്ളത്തിൻ്റെ അംശത്തിനനുസരിച്ച് ആൾക്കാർക്ക് അതിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട് ലാസ്റ്റ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സോയാബീൻ ആദ്യം അത് നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊക്കെ അപ്പം തന്നെ അത് കളയണം. ഉണ്ട പിടിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ട്, കണ്ട. അപ്പോൾ കറക്റ്റാണ്. എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്കത് റോളായിട്ടും വേണമെങ്കിൽ കബാബിൻ്റെ സ്റ്റൈലിൽ വേണമെങ്കിൽ ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഞാനിവിടെ അങ്ങനെ കുറേശ്ശെ അങ്ങനെ എടുത്തിടുക. ഇനി കട്ട്ലേറ്റിൻ്റെ രൂപത്തിലും വേണമെങ്കിൽ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലൊക്കെ ചെയ്യുക, ചെറിയ ഇതാക്കിയിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ടാണ് ഇടുന്നത്. നല്ലോണം എണ്ണ തിളക്കണ്ട, ഒരു മീഡിയം സൈസിലൊന്ന് ഇതിങ്ങനെ വേവണ്ടേ, അല്ലെങ്കിൽ ആദ്യം തന്നെ കരിഞ്ഞു പോകുള്ളൂ, വേവില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് അതിൻ്റെ പതൊക്കെ ഒന്ന് അടങ്ങി വരുമ്പോൾ ആയിട്ടുണ്ടാവും. ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ പതകളൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ടാവും, കണ്ട. അപ്പോൾ ഒന്നെടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഉറപ്പുള്ള നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ളൊരു ഇതാണ്. ഞാൻ 2ാമത്തെ ട്രിപ്പ് ഇട്ട് ഇതുപോലെ തന്നെ കുറേശ്ശെ അങ്ങനെ എടുത്തിട്ട്, അപ്പോൾ വേഗം ഇത്
വലിയതാവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇതാവില്ല. അപ്പം ഞാൻ ചെറിയതാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവില്ലേ, അതാണ് ചെറിയതാക്കിയിട്ടുള്ളത്. ഇതിൽക്ക് ചട്നിയും പിന്നെ ഗ്രീൻ ചട്നി ഉണ്ട്, അതും പിന്നെ സോസ് അങ്ങനെയുള്ളതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക. നോമ്പ് തുറക്കുമ്പോഴും 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. വെറുതെ സോയാബീൻ പൊരിച്ച് കൊടുക്കണേക്കാളും നല്ലതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണത്. ലാസ്റ്റായിട്ട് ഞാൻ ലാസ്റ്റ് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, അത് ലാസ്റ്റത്തെയാണ്. അപ്പോൾ കണ്ടില്ല, എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഈ സോയാബീൻ കബാബിനൊരു ലൈക്ക് തരണം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഞാൻ സോസ് കൂട്ടിയിട്ടാണ് ഇത് കഴിക്കണത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും.